സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ തരൂർ, ചിറ്റൂർ. ആദ്യമേ നമുക്ക് തരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി PP സുമോദ്, UDF സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ, NDA സ്ഥാനാർത്ഥി സുരേഷ് ബാബു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ PP സുമോദ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് തരൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ എങ്ങനെയാണോ ഓരോ മുന്നണികളെയും തരൂരിലെ സമ്മതിദായകർ വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് 1ാം സ്ഥാനം UDF-നാണ്, 2ാം സ്ഥാനം LDF-നും. യുവജന പിന്തുണയിൽ LDF ഒന്നാമതാണ്, UDF രണ്ടാമത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ വീണ്ടും UDF ആണ് ഒന്നാമത്, LDF രണ്ടാമത്. നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും LDF ആണ് 1ാം സ്ഥാനത്ത്, UDF രണ്ടാമത്. ഓരോ സ്ഥാനാർത്ഥികളെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം തരൂർ ആരോടൊപ്പം. തരൂരിൽ LDF-ന് ഒരു നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 43.74% വോട്ട് വിഹിതം. UDF-ന് 39% വോട്ട് വിഹിതവും NDA-ക്ക് 17.26% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V മുരുകദാസ്, UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ, NDA സ്ഥാനാർത്ഥി പ്രാണേഷ് രാജേന്ദ്രൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി K കൃഷ്ണൻകുട്ടി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 55.24% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ് ചിറ്റൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അവിടുത്തെ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, ഈ 3 ഘടകങ്ങളിലും ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ LDF-നാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്, UDF 2ാം സ്ഥാനത്തും. നേതൃപാടവവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 2 ഘടകങ്ങളിലും UDF ആണ് മുമ്പിൽ, LDF രണ്ടാമതും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം ചിറ്റൂർ ആരോടൊപ്പം. ചിറ്റൂരിൽ LDF-ന് വ്യക്തമായ മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 47% വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF-ന് 41% വോട്ട് വിഹിതവും NDA-ക്ക് 12% വോട്ട് വിഹിതവും. ഇതുവരെ സെമിയോട്ടിക്ക 103 നിയമസഭാ മണ്ഡലങ്ങളാണ് അപഗ്രഥിച്ചിരിക്കുന്നത്. ഈ ഓരോ മണ്ഡലങ്ങളിലെയും നിലവിലത്തെ വിജയപരാജയങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാസർഗോഡ് LDF-ന് ഒരു മേൽക്കൈയുണ്ട്, 2 മുതൽ 3 സീറ്റ്. അവിടെ NDA ഒരു സീറ്റ് നേടുവാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ LDF വളരെ മുമ്പിലാണ്. കോഴിക്കോട് UDF ആണ് മുമ്പിൽ. വയനാട് UDF-ന് അനുകൂലം. മലപ്പുറം വീണ്ടും UDF-ന് അനുകൂലം. തിരുവനന്തപുരത്ത് ഒരു LDF തരംഗമാണ്. എന്നാൽ NDA-ക്ക് അവിടെ 2 മുതൽ 3 സീറ്റ് നേടുവാനുള്ള സാധ്യത സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം തത്തുല്യമായ പോരാട്ടമാണ് LDF-ഉം UDF-ഉം തമ്മിൽ. NDA വീണ്ടും 3 മുതൽ 2 സീറ്റുകൾ ആ മണ്ഡലങ്ങളിൽ നേടുവാൻ സാധ്യതയുണ്ട്. 103 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ പ്രവചിച്ചു കഴിയുമ്പോൾ UDF-ന് 51 മുതൽ 60 സീറ്റും LDF-ന് 40 മുതൽ 51 സീറ്റും NDA-ക്ക് 3 മുതൽ 6 സീറ്റുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. Until then, we are signing off. Thank you everyone.